വിവാഹ സംബന്ധമായ ആഗ്രഹമുള്ളവർ വിവാഹ പരീക്ഷ എന്ന ഈ ചക്രത്തിൽ കണ്ണടച്ച് വിരൽ തൊട്ട് പേരിൻ്റെ സംഖ്യാക്രമം നോക്കി ശുഭാശുഭ ഫലങ്ങൾ പരീക്ഷിച്ചറിയണം. അതിൻ്റെ ഫലങ്ങളിലേക്ക് പോകാം. 1 വിഭീഷണൻ എന്നാണ് പേര്. ഒരു ചക്രത്തിലെ ഒരു കോളത്തിൻ്റെ പേര് വിഭീഷണൻ എന്നാണ്. ആ പേരിൽ ഒരു നമ്പരും ഉണ്ട്, 1 എന്ന് പറഞ്ഞ നമ്പരും കൊടുത്തിട്ടുണ്ട്. ഗ്രാമത്തിൻ്റെ തെക്കു ഭാഗത്ത് നിന്നായിരിക്കും വിവാഹം നടക്കുക, പക്ഷേ ഇപ്പോഴില്ല എന്നാണ് ഫലം. അതുപോലെ രണ്ടാം നമ്പറിൽ ശ്രീരാമൻ്റെ പേരാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾ വീടിൻ്റെ തെക്കു ഭാഗത്ത് നിന്നും വിവാഹം കഴിക്കുമെന്നാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ 3ാമത്തെ നമ്പർ നമ്മൾ ഈ കണ്ണടച്ച് വിരൽ തൊടുന്ന ഒരു കോളത്തിലേ തൊടാവുള്ളൂ. ആ ഒരു കോളത്തിലെ തൊട്ട് കഴിയുമ്പോൾ അതിലുള്ള ആ പേരും നമ്പരും കൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് ഫലമാണ് ഞാൻ തൊട്ടതെന്ന് മനസ്സിലാവും. ലക്ഷ്മണനാണ് 3ാമത്തത്. നിങ്ങളുടെ വിവാഹം ഉടനെ നടക്കും. കിഴക്കദിക്കിൽ നിന്നുള്ള പങ്കാളിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ജാമ്പവൻ 4. നിങ്ങളുടെ വിവാഹം ഉടനെ നടക്കും, നല്ല സമയമാണ്. 5. അങ്കദൻ അടുത്തു നിന്നുള്ള പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കും. 6. ഹനുമാൻ വിവാഹം നടക്കും, പക്ഷേ കുറച്ചു നാൾ കഴിയണം. 7. ബാല്യവിവാഹം ഒരിക്കലും നടക്കില്ല. 8. നളൻ വിവാഹം ഉടനെ നടക്കും, കിഴക്കു ദിക്കിൽ നിന്നായിരിക്കും വിവാഹം. 9. വീടിന് വടക്കു ഭാഗത്തു നിന്നും വിവാഹം നടക്കും. 10. വിവാഹം അന്യനാട്ടിൽ നിന്നായിരിക്കും. ഇതാണ് ഇതിൻ്റെ ചക്രത്തിൻ്റെ ഫലങ്ങൾ കൊടുത്തേക്കുന്നത്. ഈ ഫലങ്ങൾ ഓരോന്നിലും നമ്മൾ ഓരോ ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഓരോ കോളത്തിലേക്ക് വിവാഹം എവിടെ നടക്കും, എപ്പോൾ നടക്കും എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈശ്വര പ്രാർത്ഥനയോടുകൂടി കണ്ണടച്ച് ഒരു കോളത്തിലെ ഒരു പേരിൽ മാത്രം വിരൽ തൊടുക. എന്നിട്ട് ആ പേരിൻ്റെ നേരെയുള്ള ഏത് പേരാണ് വന്നേക്കുന്നത് അതിൻ്റെ ഒരു നമ്പരും ഉണ്ട്. ആ നമ്പരും പേരും കൂടെ ഏത് കോളത്തിലാണ് നിൽക്കുന്നത് ഏത് ഫലത്തിലാണ് നിൽക്കുന്നതെന്ന് നോക്കുക. എന്നിട്ട് ഈ പേരിൻ്റെ കൂടെയുള്ള നമ്പരും പേരും ശ്രീരാമനാണെങ്കിൽ ശ്രീരാമൻ 2 നമ്പർ വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീടിൻ്റെ തെക്കു ഭാഗത്ത് നിന്ന് വിവാഹം കഴിക്കുമെന്നാണ് ഫലം വന്നേക്കുന്നത്. അത് നോക്കുക. അങ്ങനെ ഓരോന്നും കണ്ടുപിടിക്കാം. ഒന്നുകൂടെ കാണിക്കാം. ചക്രത്തിൽ നമ്പറുകളുണ്ട്, ഓരോ പേരുകളുണ്ട്. നമ്മൾ നോക്കേണ്ടത് ഈശ്വര പ്രാർത്ഥനയോടെ കണ്ണടച്ച് ഏതെങ്കിലും ഒരു കോളത്തിൽ എന്ന് വിവാഹം നടക്കും, എവിടെ നിന്ന് നടക്കും എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഒരു കോളത്തിൽ വിരൽ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ നമ്പരും ഉണ്ട്. ആ നമ്പരും താഴെ ഫലങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്പരും പേരും കൂടെ നോക്കുമ്പം ഫലം അറിയാം.